പറയുന്നത്. നോക്കൂ, ഇതിൻ്റെ ഒരു അപകടം നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു പാർട്ടി പറയുന്നു, ഒരു മുന്നണി പറയുന്നു, ഞങ്ങൾ സി എ നടപ്പാക്കുമെന്ന്. സി എ എങ്ങനെയാണ് നടപ്പാക്കുക എന്നും വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. NPR അതുപോലെ തന്നെ NCR അത് സി എയുമായി ചേർന്ന് നിൽക്കുന്നു. ഞാനത് നേരത്തെ വിശദീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ഔദ്യോഗിക രേഖയും നമ്മുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും പറഞ്ഞ വാചകങ്ങൾ അതേപടിയാണ് വെർബാറ്റും കോട്ട് ചെയ്തിട്ടുള്ളത്. ഒരു അക്ഷരം പോലും ഞാൻ അതിൽ കൂട്ടിച്ചേർത്തിട്ടില്ല. അപ്പോൾ അത്രയും ഗൗരവമായ വിഷയത്തിൽ ഒരു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഇതാണ് ഞങ്ങൾ നടപ്പാക്കാൻ പോകുന്നത് എന്ന് BJPയും NDAയും പറയുകയും അതിൻ്റെ പ്രധാന പ്രതിപക്ഷമായിട്ടുള്ള പാർട്ടി CA ഞങ്ങൾ വന്നാൽ റദ്ദ് ചെയ്യുമെന്ന് പറയാതിരിക്കുകയും ചെയ്യുമ്പോൾ 2024 മുതൽ 29 വരെയുള്ള ഒരു കാലഘട്ടത്തിൽ BJP സർക്കാർ തന്നെയാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് വോയിസ് ഇല്ല അത് നടപ്പാക്കരുത് എന്ന് പറയാൻ. കോൺഗ്രസ് പാർട്ടിക്ക് അത്രയും ഗൗരവമായിട്ടുള്ളൊരു വിഷയമാണിത് എന്നുള്ളതാണ്. അവിടെ ഈ പറയുന്ന ഹിന്ദുത്വ സമീപനത്തോടുള്ള ഭയന്നുള്ള ജീവിതമാണെങ്കിൽ സന്ദേശത്തിൽ തിലകൻ്റെ രാഘവൻ നായർ എന്ന കഥാപാത്രം ശ്രീനിവാസൻ്റെ കഥാപാത്രത്തോട് പറയുന്നുണ്ട്, ഇങ്ങനെ പേടിച്ചുള്ളൊരു ജീവിതം വേണോ മോനെ നിനക്ക് എന്ന്. ആ നിലയിൽ നോക്കൂ, നമ്മൾ മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡിൽ കണ്ടതാണ്. BJPയുടെ നയങ്ങൾക്ക് സമാനമായ അല്ലെങ്കിൽ മൃദു ഹിന്ദുത്വ എന്ന് പേരിട്ട് വിളിക്കുന്ന സമീപനം എടുത്തിട്ടാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. അത് BJPയെ തുറന്നെതിർക്കാനുള്ള ശക്തിയില്ലായ്മയാണ്. ഇവിടെ നോക്കൂ, ഈ CAയുമായി ബന്ധപ്പെട്ടത് ഇന്നലെ വന്ന വിഷയമല്ലല്ലോ. നമ്മൾ നിയമസഭ ഒറ്റക്കെട്ടായി ഒരു പ്രമേയം പാസ്സാക്കി. ആ ഘട്ടത്തിൽ KPC പ്രസിഡന്റ് പറഞ്ഞ എന്താണ്? പ്രമേയം പാസ്സാക്കിയതിൽ മുഖ്യമന്ത്രി മേൽനടിക്കേണ്ട, പ്രമേയം പാസ്സാക്കിയത് കൊണ്ട് കേന്ദ്രം പാസ്സാക്കിയ നിയമം ഇല്ലാതാകില്ലല്ലോ എന്നുള്ളതാണ്. യോജിച്ച പ്രക്ഷോഭത്തിന് ഇല്ല എന്നുള്ള നിലപാട് കോൺഗ്രസ് എടുത്തു. പിന്നീട് ഈ നമ്മുടെ പ്രമേയത്തിന് ചുവടൊപ്പിച്ചുകൊണ്ട് അന്ന് പഞ്ചാബ് മുഖ്യമന്ത്രിയായിട്ടുള്ള കോൺഗ്രസിൻ്റെ അമരീന്ദർ സിംഗ് ഒരു പ്രമേയം പാസ്സാക്കി. അങ്ങനെ രാജ്യത്തിനാകെ തന്നെയും മാതൃകയായി. നോക്കൂ, രാജ്യ തലസ്ഥാനത്ത് 2020 ജനുവരിയിൽ വടക്ക് കിഴക്കൻ ഡൽഹിയിൽ നടന്ന കലാപത്തിൽ കൊല ചെയ്യപ്പെട്ടത് 53 പേരാണ്. അതിൽ ഭൂരിഭാഗവും മുസ്ലിങ്ങളാണ്. നിരവധി പേരെ കാണാതായി, നൂറുകണക്കിന് ആളുകൾക്ക് പരിക്കേറ്റു. അനവധി മുസ്ലിം കുടുംബങ്ങൾക്ക് വീടുപേക്ഷിച്ച് പോകേണ്ടി വന്നു. പലരുടെയും വീടുകൾ ബുൾഡോസർ കൊണ്ട് തകർത്തു. നിരവധിയായിട്ടുള്ള സംഭവങ്ങൾ ഈ രാജ്യത്ത് നടന്നിട്ടുണ്ട്. ജാമ്യ മില്ലിയ സർവകലാശാലയിലെ വിദ്യാർത്ഥികളെ വളരെ ക്രൂരമായിട്ടാണ് ദില്ലി പോലീസ് കൈകാര്യം ചെയ്തത്. ഷഹീൻ ബാഗിൽ നടന്ന സമരത്തിൽ പോലീസിൻ്റെ മൗനാനുവാദത്തോടുകൂടി സാമൂഹ്യ വിരുദ്ധവർ ആക്രമണം അഴിച്ചുവിട്ടു. ഈ രാജ്യത്ത് ഒരുപാടിടങ്ങളിൽ ഡൽഹി കലാപത്തിലെ ഉത്തരവാദികളെ ശിക്ഷിക്കുന്നതിന് പകരം കേന്ദ്ര സർക്കാർ പ്രതികാര നടപടിയെടുത്തു. അങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. ഇനി വരാനിരിക്കുന്ന 2024-29 കാലഘട്ടത്തിൽ ഇതേ സർക്കാർ തന്നെയാണ് ഒരു എന്താ പറയുക, ഒരു നമ്മുടെ ഭരണഘടനയുടെ തലക്കുമീൽ വീഴുന്നതെങ്കിൽ അതിന്മേൽ പ്രതിഷേധിക്കാൻ പോലും ആരുമില്ല എന്നുള്ളൊരു സാഹചര്യം യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നു. അതാണ് ഒരു മതേതരവാദി എന്നുള്ള നിലയിൽ, ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിൽ എൻ്റെ ഏറ്റവും വലിയ ആശങ്ക. ചിലപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നടക്കും, പക്ഷേ എങ്കിൽ പോലും നമുക്ക് ഉറച്ചു പറയാൻ, നമുക്ക് കൈചുരുട്ടി നിന്ന് പറയാൻ കഴിയണം പലപ്പോഴും എന്നുള്ളതാണ്. അത് സാധിക്കുന്നില്ല എന്ന് പറയുന്നത് എന്നെ ഭയപ്പെടുത്തുന്നു, എന്നെ ആശങ്കപ്പെടുത്തുന്നു എന്നുള്ളതാണ്. Meet the editors.